രണ്ട് ജോണറുകളിലുള്ള രണ്ട് സിനിമകൾ. പക്ഷേ കേരളത്തിലെ തിയേറ്ററുകൾ മൊത്തം തൂത്തുവാരുന്ന പ്രകടനമാണ് പ്രേമലവും ബ്രഹ്മയുഗവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോകളാണ്. ചുരുക്കി പറഞ്ഞാൽ സിനിമാ പ്രേക്ഷകർ ഇപ്പോൾ കടന്നു പോകുന്നത് പ്രേമയുഗത്തിലൂടെയാണെന്ന് പറയാം. തിയേറ്ററുകളിൽ ഒരേപോലെ ഹിറ്റടിച്ച ഈ രണ്ട് ചിത്രങ്ങൾക്കും ഒരു സാമ്യത കൂടിയുണ്ട്. ഇവ രണ്ടും ആ സംവിധായകരുടെ മൂന്നാമത്തെ ചിത്രമാണ്. കയ്യിൽ അധികം സിനിമകളൊന്നും ഇല്ലെങ്കിലും ഉള്ള സിനിമകൾ അതിന്റെ മാക്സിമം ലെവലിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇവർ പക്ക ആണെന്ന് മൂന്നാം വട്ടവും തെളിയിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 9-നാണ് ഗിരീഷ് ഏടിയുടെ പ്രേമലു തിയേറ്ററുകളിലെത്തിയത്. റൊമാൻസ് കോമഡി വിഭാഗത്തിൽപ്പെട്ട ചിത്രം വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർക്കിടയിൽ തരംഗമായത്. നസ്ലിനും മമിതയും തുടങ്ങി യുവതാരനിരയുടെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു സിനിമ. ഭാവന സ്റ്റുഡിയോസ് അവതരിപ്പിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ റിലീസിന് മുന്നേ തന്നെ എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തെറ്റിച്ചില്ലെന്ന് മാത്രമല്ല, സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. ഇപ്പോഴിതാ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം വന്നിട്ട് പോലും പ്രേമലുവിന് കുലുക്കമൊന്നും സംഭവിച്ചിട്ടില്ല. കോമഡിയും ഒപ്പം പ്രണയവും കൈകാര്യം ചെയ്ത് വിജയിപ്പിക്കുന്നതിൽ താൻ പണ്ടേ പക്ക ആണെന്ന് തെളിയിച്ചിട്ടുള്ള സംവിധായകനാണ് ഗിരീഷ് ഏടി. 2019 തണ്ണീർമത്തൻ ദിനങ്ങളായിരുന്നു ആദ്യ ചിത്രം. അനശ്വരയും മാത്യുവും വേഷമിട്ട സിനിമ +2 കാലഘട്ടവും പ്രണയവും ഒക്കെയായിരുന്നു സംസാരിച്ചത്. 2 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ആകെ 50 കോടിക്ക് അടുത്ത് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് 2022 സൂപ്പർ ശരണിയും വമ്പൻ ഹിറ്റ് തന്നെയായിരുന്നു. അനശ്വര, മമിത ബൈജു, അർജുൻ അശോകൻ, നസ്ലിൻ തുടങ്ങിയ വലിയൊരു യുവതാരനിര അണിനിരന്ന ചിത്രം കോളേജ് കാലത്തെ പ്രണയവും കോമഡിയും ഒക്കെ നിറഞ്ഞതായിരുന്നു. ആ ചിത്രവും വമ്പൻ ഹിറ്റായി മാറി. നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതി. രാഹുൽ സദാശിവന്റെ കാര്യം നോക്കുമ്പോൾ ആകെ ചെയ്തത് 3 സിനിമകൾ. 3ഉം സംസാരിച്ചത് അധികമാരും കൈവെക്കാത്ത വിഷയങ്ങളും. 3 സിനിമകളെ ഉള്ളുവെങ്കിലും ഇന്ന് രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധ നേടിയ സംവിധായകനാണ് അദ്ദേഹം. 2ാമത്തെ സിനിമയിൽ ഇരുട്ടും നിശബ്ദതയും കൊണ്ട് നമ്മുടെ ഉറക്കം കെടുത്തുകയും 3ാമത്തേതിൽ മമ്മൂക്ക എന്ന മഹാനടനിൽ നിന്നും നമ്മൾ ഇതുവരെ കാണാത്ത ഭാവങ്ങൾ പിഴിഞ്ഞെടുക്കുകയും ചെയ്ത സംവിധായകൻ. അതാണ് രാഹുൽ സദാശിവൻ. 2013 പുറത്തെത്തിയ റെഡ് റെയിൻ എന്ന സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ് രാഹുലിന്റെ ആദ്യ ചിത്രം. നരൻ നായകനായെത്തിയ ചിത്രം കേരളത്തിൽ നടന്ന റെഡ് റെയിൻ പ്രതിഭാസത്തിൽ നിന്നും ഇൻസ്പയർ ആയെടുത്തതായിരുന്നു. സംസാരിച്ച വിഷയവും അതിന്റെ മേക്കിങ്ങും എല്ലാം പ്രശംസ പിടിച്ചു പറ്റിയെങ്കിലും ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയിൽ പലർക്കും അത് ദഹിച്ചിരുന്നില്ല. പക്ഷെ രാഹുലിന്റെ 2ാമത്തെ ചിത്രം ഭൂതകാലം ഹൊററിന്റെ മറ്റൊരു തലമായിരുന്നു നമുക്ക് കാണിച്ചു തന്നത്. നിശബ്ദത ഇത്ര ഭയാനകമാണെന്ന് നമ്മെ കാണിച്ചു തന്ന ചിത്രം പ്രേക്ഷകരെ കുറെ കാലം ആ ഭയപ്പാടിൽ തന്നെ നിലനിർത്തിയിരുന്നു. അത് ഷൂട്ട് ചെയ്ത വീട് വിൽപ്പനയ്ക്ക് പോലും എടുക്കാൻ പറ്റാത്ത തരത്തിൽ ആ സിനിമ ആളുകളെ സ്വാധീനിച്ചു. മലയാളത്തിൽ നിരവധി കരുത്തൂറ്റ വേഷങ്ങൾ ചെയ്തിട്ടുള്ള രേവതിക്ക് ആദ്യമായി കേരളത്തിൽ നിന്നൊരു പുരസ്കാരം ലഭിക്കുന്നത് ഭൂതകാലത്തിലൂടെയായിരുന്നു. ഷെയ്നും മികച്ച പ്രകടനമായിരുന്നു സിനിമയിൽ കാഴ്ചവെച്ചത്. ഈ ഒരു സിനിമ തന്നെയായിരുന്നു ബ്രഹ്മയുഗത്തിനായുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് ആവേശം കൂട്ടിയതും. വിഷയം കൊണ്ടും താരമൂല്യം കൊണ്ടും വ്യത്യാസപ്പെട്ട ചിത്രങ്ങളാണെങ്കിലും ഹൗസ്ഫുൾ ഷോകളും കത്തിക്കയറുന്ന കളക്ഷനുമായി ഒരേ തോണിയിലാണ് പ്രേമലുവിന്റെയും ബ്രഹ്മയുഗത്തിന്റെയും പോക്ക്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പറയുന്നതിൽ തെറ്റില്ല, ഇത് പ്രേമയുഗമാണെന്ന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.